5:30 ഇവിടെ നിന്ന് ബസ്സുള്ളൂ എന്ന് പറഞ്ഞില്ലേ. റെസ്റ്റ് എടുക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. കിടന്നുറങ്ങാനുള്ള സ്ഥലപരിമിതി കാരണം ഒന്ന് ഇരുന്നുറങ്ങാൻ ശ്രമിച്ചു. 1-ാം ക്ലാസ്സിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം മദ്രസ ഉണ്ടായപ്പോൾ ഉസ്താദിൻ്റെ കണ്ണ് വെട്ടിച്ച് ഒന്ന് ഉറങ്ങിയതല്ലാതെ നമുക്ക് ഈ ഒരു കാര്യത്തിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് നടന്നില്ല. പിന്നെ മിലയുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നപ്പോഴേക്ക് സമയം 5:30 ആയി. നിർത്ത് ആര് നടന്നപ്പോഴാ? ഇങ്ങ് നടന്നപ്പോ. ആര് നടന്നാലെന്താ, ബസ് 5:30 എടുക്കാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് പോകല്ലേ. പത്തനംതിട്ടയിലേക്ക് പോകാൻ ഒരാൾക്ക് ടിക്കറ്റിന് 208 രൂപയാണ്. ഇനി നിങ്ങൾക്ക് പത്തനംതിട്ട വരെ ബസ്സിലിരിക്കാൻ വയ്യെങ്കിൽ ഗവി കഴിഞ്ഞ ഉടൻ വേറൊരു സ്റ്റോപ്പും ഉണ്ട് കേട്ടോ. നിങ്ങൾ KSRTC വഴി ഗവിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, കഴിയുന്നത് നിങ്ങൾ 5:30 കുമിളിയിൽ നിന്നെടുക്കുന്ന ആദ്യത്തെ ബസ്സിന് തന്നെ എത്താൻ നോക്കുക. ആ കോടയും കണ്ട് KSRTC ബസ്സിൽ എന്ത് രസാന്നോ. ഏകദേശം ഒരു 6:10 കഴിഞ്ഞപ്പോൾ നമ്മൾ ഗവിയിലെ ബോർഡർ കയറി. ഇങ്ങോട്ടേക്ക് KSRTC ബസ് അല്ലാതെ മറ്റ് പ്രൈവറ്റ് ബസ്സുകളോ 2 വീലേഴ്സോ ഒന്നും അലൗഡ് അല്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടവരോട് ആദ്യം ചോദിക്കും. വായ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഗവി കഴിയുന്നത് വരെ ഒന്നും കിട്ടില്ല. ഗവിയിലൂടെ പോകുമ്പോൾ ഒരു ക്യാൻറ്റീനേ ഉള്ളൂ. ആദ്യമേ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടക്ടർ ചോദിക്കുമ്പോൾ പറയണം കേട്ടോ. പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റ് ഒക്കെ ഗവിയുടെ ഭാഗമാണ് കേട്ടോ. നമുക്ക് പലതരത്തിലുള്ള പക്ഷികളെയും പൂക്കളും എല്ലാം കാണാൻ കഴിയും കേട്ടോ. മൃഗങ്ങളെ കാണുന്നതൊക്കെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും. ശബരിമലയ്ക്കുള്ള വഴിയും നമുക്കിതിൽ പോകുമ്പോൾ കാണാൻ കഴിയും കേട്ടോ. എല്ലാം കണ്ടും ആസ്വദിച്ചും നിന്നപ്പോൾ കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. പിന്നെ ഈ കാണുന്ന ആശാനും മോനുമില്ലേ, നമ്മളെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ബസ് ഇട്ട് കുറേ നേരം കളിപ്പിച്ചാണ് കേട്ടോ. ഇവയിൽ ഏകദേശം ഒരു 5ഓളം ഡാമുകളുണ്ട്. അവസാന ഡാം കഴിഞ്ഞപ്പോൾ ഈ പ്രദേശത്ത് താമസിക്കുന്ന കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ബസ്സിൻ്റെ മുമ്പിൽ നമ്മളെയും കാത്തു നിൽക്കുന്നത്. സാധാരണ ഈ ബസ്സിൽ പോകുന്നവർ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ ഡ്രൈവർ നമ്മളോടും ചോദിച്ചു എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ കുട്ടികൾക്ക് കൊടുക്കാനെന്ന്. അപ്പം നമ്മൾ കയ്യിലുണ്ടായിരുന്ന ബിസ്ക്കറ്റ് കൊടുത്തേ. അതായത് അതൊന്നും എനിക്ക് വീഡിയോസിൽ പകർത്താൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. 11:30 ആയപ്പോൾ നമ്മൾ പത്തനംതിട്ട സ്റ്റാൻഡിലെത്തി. പിന്നെ നേരെ തിരുവല്ലൂർ വിട്ടു കേട്ടോ. നമുക്ക് കുറ്റിപ്പുറത്തേക്കുള്ള ട്രെയിന് തിരുവല്ലയിൽ നിന്നാണ് കേട്ടോ. അവിടെ ഒരു ചെറിയ റൂം എടുത്ത് ലഞ്ചൊക്കെ കഴിച്ച്